ശരിക്കും ഫൈറ്റിന്റെ കാര്യം തന്നെ ആദ്യം പറയാം. അത് റിയൽ ലൈഫിലെ ഫൈറ്റും സിനിമാറ്റിക് ഫൈറ്റും രണ്ടും ഡിഫറെൻ്റ് ആണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. റിയൽ ഫൈറ്റിന് പ്രത്യേകിച്ച് ഭംഗി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് അതിന് കുറേ റൂൾസ് ഉണ്ട്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എയറിൽ പൊങ്ങിയിട്ടുള്ള കുറേ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ സിനിമാറ്റിക് ആയിട്ട് കാണിക്കാൻ അത് എളുപ്പമാണ്. നേരിട്ട് കാണിക്കുന്നതിൽ നമ്മൾ ഉദ്ദേശിച്ച പവർ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ രീതി ഒന്നും പറ്റില്ല. അപ്പോൾ റിയൽ ഫൈറ്റിൽ പ്രധാനമായിട്ടും ആ എതിരാളിനെ എത്രയും പെട്ടെന്ന് കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ എതിരാളിക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൊള്ളിക്കലും എല്ലാം വരണം റിയൽ ഫൈറ്റിൽ. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയൊന്നും പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണ് അതിന്. സിനിമാറ്റിക് ആവുമ്പോൾ എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റുള്ള ഒരാൾക്ക് ഒരു തരി പോലും ഇഞ്ചുറി വരരുത്. അത് മാത്രമല്ല, അപ്പോൾ നമ്മളിപ്പോൾ ചില കിക്കോ ചില കാര്യങ്ങളോ എയർ ഫ്ലിപ്പോ ഒക്കെ ചെയ്തു വരുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച റേഞ്ചിൽ നിന്ന് അയാളൊന്നും മാറില്ല, അങ്ങോട്ട് കയറി വരും എന്ന് ചെയ്താൽ അയാൾ മേത്ത് കൊള്ളാതിരിക്കാൻ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും ഫോഴ്സിൽ വരുന്ന സംഭവം കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉളുക്കോ ഇഞ്ചുറീസോ ഒക്കെ നമുക്ക് തന്നെ സെൽഫ് വരാൻ സാധ്യതയുണ്ട്. രണ്ട്, ഓരോ ഭാഗത്തുനിന്നും എങ്ങനെയൊക്കെ ആംഗിളുകൾ വയ്ക്കണു അതിനനുസരിച്ച് നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യണം. ചില ഭാഗങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ വൃത്തിയില്ലാത്ത ഭാഗങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഭാഗങ്ങൾ വരുന്ന സമയത്ത് അത് ക്യാമറയിൽ എവിടെ ഹൈഡ് ആവണം ആ ഭാഗത്തേക്കുള്ള സംഭവങ്ങൾ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ സിനിമാറ്റിക് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് റിസ്ക്കുമാണ്.